നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അരിത്തമാറ്റിക് മീനിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് കൂടാതെ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ അത് വെറുതെ മനപ്പാടമാക്കി അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും. അതുകൊണ്ട് ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കി തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് അരിത്തമാറ്റിക് മീനിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നോക്കുക, ഒന്നാമത്തത് ദ ആൾജിബ്രിക് സം ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഓഫ് എ സീരീസ് ഫ്രം ഇറ്റ്സ് അരിത്തമാറ്റിക് മീൻ ഈസ് ഓൾവേസ് 0. അതായത് എക്സ് മൈനസ് എക്സ് ബാറിന് അതിൻ്റെ സിഗ്മ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദ ആൾജിബ്രിക് സം ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഓഫ് എ സീരീസ് ഫ്രം ഇറ്റ്സ് അരിത്തമാറ്റിക് മീൻ. അതായത് ഒരു സീരീസ് കുറേ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അരിത്തമാറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഓരോ ഐറ്റവും അതിൻ്റെ മീനുമായിട്ടുള്ള ഡിഫറൻസ് എടുത്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന് 0 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുകയും ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഇങ്ങനെയും എഴുതി വയ്ക്കാം കേട്ടോ. ആദ്യം പറഞ്ഞിരിക്കുന്ന അല്പം സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതി വയ്ക്കാം. എക്സാമ്പിൾ സഹിതം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് 3, 5, 7 എന്നുള്ള ആ ഒരു സീരീസ് അതിൻ്റെ അരിത്തമാറ്റിക് മീൻ നമുക്കറിയാം 3 കൂടെ കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മീൻ കിട്ടുക എന്നല്ലേ. അപ്പോൾ 5 നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇവിടെ ഡീവിയേഷൻസ് നോക്കുക, അതായത് 3ന് ഓരോ സംഖ്യയും നമ്മൾ മീനിൽ നിന്നുള്ള ഡിഫറൻസ് എടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സംഖ്യ 3 - 5 നമുക്ക് -2 എന്ന് കിട്ടും. ഇനി അടുത്ത സംഖ്യ 5 - 5 നമുക്ക് 0 എന്ന് കിട്ടും. 7 - 5 നമുക്ക് +2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഡീവിയേഷൻസ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അതായത് നോക്കുക, ആദ്യത്തെ -2 + 0 + +2 അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ ഇതാണ് പറയുന്നത് സം ഓഫ് ദി ഡീവിയേഷൻസ് ഫ്രം ദി മീൻ ഈസ് ഓൾവേസ് 0. അതാണ് അരിത്തമാറ്റിക് മീനിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സം ഓഫ് ദി സ്ക്വയേർഡ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഫ്രം ദി അരിത്തമാറ്റിക് മീൻ ഈസ് മിനിമം. ദാറ്റ് ഈസ് ലെസ് ദാൻ ദി സം ഓഫ് ദി സ്ക്വയേർഡ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഫ്രം എനി അതർ വാല്യൂ. അതായത് നമ്മൾ അരിത്തമാറ്റിക് മീനിൽ നിന്ന് ഉള്ള ഡീവിയേഷൻ ബാക്കിയുള്ള സംഖ്യയുടെ ഡീവിയേഷൻസ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു സ്ക്വയേർഡ് ഡീവിയേഷൻ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ സം എടുക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും കുറവെന്നുള്ളതാണ്. അതായത് വേറെ ഏതൊരു ഐറ്റവും നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അത് സ്ക്വയേർഡ് ഡീവിയേഷൻസ് ആക്കി അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും മിനിമം എമൗണ്ട് നമ്മുടെ അരിത്തമാറ്റിക് മീൻ ബേസ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് സം ഓഫ് ദി സ്ക്വയേർഡ് ഡീവിയേഷൻ ഈസ് മിനിമം അറ്റ് ദി മീൻ. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെറുതായിട്ട് എഴുതിയാലും മതി കേട്ടോ. അതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എഴുതുമ്പോൾ വിശദമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നുണ്ട് എക്സാമ്പിൾ സഹിതം വിശദമായിട്ട് എഴുതണമെന്നുള്ളത്. അരിത്തമാറ്റിക് പ്രോപ്പർട്ടി നമുക്കതിൻ്റെ ആ ഒരു ആദ്യം ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയോ അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടോ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. പക്ഷേ നമ്മൾ ഇത് എക്സാമ്പിൾ സഹിതം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഓർത്തിരിക്കും, അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ദ സം ഓഫ് ദി സ്ക്വയേർഡ് ഡീവിയേഷൻസ് മിനിമം അറ്റ് ദി മീൻ. അതായത് നമ്മളൊരു സീരീസ് നമ്പർ എടുത്തു, അതിൻ്റെ മീന് 4 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ സ്ക്വയേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ഈ ഓരോ ഐറ്റവും അതിൻ്റെ മീനിൽ നിന്നുള്ള ഡിഫറൻസ് എടുത്തുകൊണ്ട് സ്ക്വയർ ചെയ്യും അല്ലേ. അപ്പോൾ ആദ്യമായിട്ടും 2 - 4 സ്ക്വയർ ചെയ്യുന്നു, 4 കിട്ടും. 4 - 4 സ്ക്വയർ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 0 ആണ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് 4 - 4 0 വരും. 0ൻ്റെ സ്ക്വയർ 0 തന്നെയാണ് അല്ലേ, 0 ലഭിക്കും. 6 - 4 2 ആണ്, അത് 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 4 + 0 + 4 8 നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഈ 8 എന്ന് പറയുന്നതാണ് ഏറ്റവും മിനിമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പോൾ ഇവിടെ അരിത്തമാറ്റിക് മീനായിട്ടുള്ള 4ന് പകരം നമ്മളിവിടെ 6 എടുക്കുകയോ അല്ലെങ്കിൽ 2 എടുക്കുകയോ ബേസായിട്ട് എടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ഡിഫറൻസ് കണ്ട് നമ്മൾ ഡീവിയേഷൻസ് എടുക്കുകയാണെങ്കിൽ എന്നിട്ട് സം എടുക്കുമ്പോൾ ഈ 8നേക്കാളും വലുതായിരിക്കും എന്നുള്ളതാണ്. അതായത് മീന് ബേസായിട്ട് എടുത്തുകൊണ്ട് അത് ബാക്കിയുള്ള സംഖ്യകൾ അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് സ്ക്വയർ ചെയ്ത് സം ആക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ബാക്കി ഏതൊരു സംഖ്യ എടുക്കുന്നതിനേക്കാളും കുറവ്. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 8 തന്നെയായിരിക്കും അല്ലേ. ബാക്കി ഏതൊരു എമൗണ്ട് ബേസ് ചെയ്താലും 8നേക്കാളും വലിയൊരു സംഖ്യ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സം ഓഫ് ദി സ്ക്വയേർഡ് ഡീവിയേഷൻസ് ഈസ് മിനിമം അറ്റ് ദ മീൻ വാല്യൂവിലാണ് അതിൻ്റെ സ്ക്വയേർഡ് ഡീവിയേഷൻ എടുത്തിട്ട് സം എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അടുത്തായിട്ട് ദ സം ഓഫ് ദി ഗിവൺ വാല്യൂസ് ഓഫ് എ സീരീസ് ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദിയർ അരിത്തമാറ്റിക് ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് ദ സീരീസ്. അപ്പോൾ നോക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദി ഗിവൺ വാല്യൂസ് ഓഫ് എ സീരീസ് ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദിയർ അരിത്തമാറ്റിക് ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് ദി സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കുന്നതായിരിക്കും അല്പം ക്ലിയർ. അതായത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് സം ഈസ് ഈക്വൽ ടു മീൻ ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ്.
അതായത് അരിത്തമാറ്റിക് മീനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കുറേ സീരീസ് ഓഫ് നമ്പേഴ്സ്, കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ അരിത്തമാറ്റിക് മീനിനെ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ സം. അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സം ഓഫ് ഓൾ ദി വാല്യൂസ് ഇൻ എ സീരീസ് ഈക്വൽ ടു ദി അരിത്തമാറ്റിക് മീൻ മൾട്ടിപ്ലൈഡ് ബൈ ദി നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ സം എന്നുള്ളത് 8 എന്ന് എടുക്കുക, എൻ്റെ അരിത്തമാറ്റിക് മീൻ 6 എന്ന് എടുക്കുക, n 3 എന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഈ മീനിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ സം കിട്ടും അല്ലേ. അതായത് 6 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18 എന്നുള്ള സം കിട്ടും അല്ലേ. 18/3 എന്ന് വെച്ചാൽ നമുക്ക് 6 കിട്ടും അല്ലേ. 18/6 എന്ന് വെച്ചാൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ആ ഒരു ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സം, അതായത് അത്രയും നമ്പറുകളുടെ സം എന്ന് പറയുന്നത് ഇപ്പോൾ 4, 6, 8 അല്ലേ. 8, 6, 14, 4, 18 അല്ലേ. അപ്പോൾ ടോട്ടൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ അരിത്തമാറ്റിക് മീൻ 6 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നു. അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സിലുള്ളത് 3 അപ്പോൾ ഈ സമ്മ് ഇത് 3 ഐറ്റംസോടെ കൂട്ടി കിട്ടുന്ന ഒരു സം എന്ന് പറഞ്ഞാൽ 18. അത് നമുക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? അരിത്തമാറ്റിക് മീനിനെ 6നെ 3 കൊണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത് സം ഈസ് ഇക്വൽ ടു മീൻ ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ ആ ഒരു കാര്യം 3ാമത്തെ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. ഇനി 4 സം ഓഫ് ദി നമ്പേഴ്സ് ഓഫ് ഐറ്റംസ് ഓഫ് എ സീരീസ് ഈക്വൽ ടു ദി കോഷ്യൻ്റ് ഓഫ് ദി സം ഓഫ് ദി വാല്യൂസ് ഓഫ് ദി ഐറ്റംസ് ആൻഡ് ദിയർ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ് ബാർ ഈസ് ഇക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. ഇങ്ങനെയാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എക്സ് ബാർ ആണ്. ഈ എൻ എന്നുള്ളത് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എക്സ് ബാർ അല്ലേ. എന്നിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് എക്സ് ബാറിനെ താഴോട്ട് കൊണ്ടുവരുമല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ കണ്ടുപിടിക്കാം. നമ്മളിപ്പം കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു ഫോർമുല വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതും കണ്ടുപിടിക്കാവുന്നുള്ളൂ അല്ലേ. അതായത് നമ്പർ ഓഫ് ഐറ്റംസ് എൻ കണ്ടുപിടിക്കുന്നത് സം ഡിവൈഡഡ് ബൈ മീൻ ആണല്ലേ. സം ഡിവൈഡഡ് മീനാണ് എൻ എന്നുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സം 6 എന്നിരിക്കട്ടെ, മീൻ 12 ആണെങ്കിൽ എൻ എത്രയായിരിക്കും? 60/12 ആയിരിക്കും അല്ലേ. സം 60 ആണെങ്കിൽ മീൻ 12 ആണെങ്കിൽ എൻ എന്നുള്ളത് 60/12 5 ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് എത്താവുന്നുള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ അരിത്തമാറ്റിക് മീനിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന തരത്തിലുള്ള പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇഫ് വി ഹാവ് ദി അരിത്തമാറ്റിക് ആവറേജ് ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് 2 or more than 2 റിലേറ്റഡ് വേരിയബിൾസ് വി ക്യാൻ കമ്പ്യൂട്ട് ദ കമ്പൈൻഡ് മീൻ ഓഫ് ദി ഗ്രൂപ്പ്സ് ബൈ അപ്ലൈയിങ് ദി ഫോളോവിങ് ഫോർമുല. അതായത് നമുക്ക് ഒന്നിലധികം റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അരിത്തമാറ്റിക് മീൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ഇക്വേഷനാണ് നമ്മൾ കമ്പൈൻഡ് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളത്. അതിൻ്റെ തിയറിയും പ്രോബ്ലം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണല്ലേ. 2 ഗ്രൂപ്പേ ഉള്ളെങ്കിൽ n1 × x ബാർ 1 പ്ലസ് n2 × x ബാർ 2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 ആണല്ലേ. നമ്മുടെ എക്സാമ്പിൾ ഇതേ രീതിയിലുള്ള പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ 10 എണ്ണമാണുള്ളത്, അതിൻ്റെ മീൻ 60 ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ടോട്ടൽ നമ്പർ 15ഉം അതിൻ്റെ മീൻ 80 ആണെങ്കിൽ നമുക്ക് കമ്പൈൻ മീൻ ഇതേ രീതിയിൽ കണ്ടുപിടിക്കാമെന്നുള്ളൂ അല്ലേ. 72 നമുക്ക് കിട്ടും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കമ്പൈൻഡ് മീനിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഇക്വേഷനും ഒപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പൈൻഡ് മീൻ ഓഫ് 2 ഗ്രൂപ്പ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് എന്നുള്ളതാണല്ലേ അരിത്തമാറ്റിക് മീനിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. ദെൻ 6ാമത്തത് അരിത്തമാറ്റിക് ആവറേജ് ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദി ഫോളോവിങ് ഫോർമുല. അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് ആവറേജ് ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ കുറേ എത്ര വേണമെങ്കിലും ഇപ്പോൾ 20 100 എത്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും അരിത്തമാറ്റിക് ആവറേജ് നമുക്ക് താഴെ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എക്സ് ബാർ n, അതായത് n+1 ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ. അതായത് എന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ? 100 ആണെങ്കിൽ 100 അല്ലേ. 100നോട് നമ്മൾ എന്ത് കൂട്ടണം? 100 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ 100 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കാം, നമുക്ക് കൂടുതൽ ആ ഫോർമുല ഉപയോഗിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിനെ എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതിനാണെങ്കിൽ 10 + 1 11 ഡിവൈഡ് ബൈ 2 5.5 ആയിരിക്കും ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മീൻ ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n+1 ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അരിത്തമാറ്റിക് ആവറേജിൻ്റെ അവസാനത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അതായത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അരിത്തമാറ്റിക് ആവറേജ് ആണ്. അതിലൊന്നാമത്തെ നമ്മൾ മെറിറ്റ്സ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ഹെൻസ് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ആംബിഗിറ്റി ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എ മീനിങ് ആൻഡ് നേച്ചർ. നമുക്കറിയാം അരിത്തമാറ്റിക് മീൻ എന്താണെന്നുള്ളത് അതിനൊരു ഡെഫിനേഷനുണ്ട്, ഒപ്പം തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുലയുണ്ട്.
അല്ലേ? അപ്പോൾ അതിനകത്ത് ആംബിഗിറ്റി, അതായത് അവ്യക്തതയുടെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണയുടെയോ ഒന്നും കാര്യമില്ല. കൃത്യമായിട്ട് അരിത്മാറ്റിക് മീൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അത് പ്രിസൈസ് ഡെഫിനേഷനുണ്ട്. ആ കാര്യത്തിൽ നോ ആംബിഗിറ്റി, അതായത് വ്യക്തത കുറവൊന്നുമില്ല. നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലേ? ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നു, അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6.75 എന്നുള്ള ഈ രീതിയിൽ നമുക്ക് അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? അതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. രണ്ട്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദസ് ഇറ്റ് ഈസ് എ പോപ്പുലർ ആവറേജ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, അല്ലേ? ആവറേജുകളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ് മീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പോപ്പുലർ, വളരെ പ്രചാരമുള്ള ഒരു ആവറേജാണ്, അല്ലേ? ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 3 സ്കോറുകൾ തന്നിട്ടുണ്ടെങ്കിൽ 3 ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമ്പർ ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70 ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? അതായത് കുട്ടികളുടെ ഒരു 3 സബ്ജക്റ്റിലുള്ള അവരുടെ മാർക്കാണെങ്കിൽ അതിൻ്റെ ആവറേജ് മാർക്ക് എത്രയാണെന്നുള്ളത് 70 ആണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? എന്നുള്ളതാണ് മറ്റൊരു മെറിറ്റ്. ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ ടു കാൽക്കുലേറ്റ് അണ്ടർ എനി ഗിവൺ ഓർഡർ ഓഫ് ദി ഡാറ്റ. നമുക്കിത് കാൽക്കുലേഷൻ എളുപ്പമാണ്. ഇനി ഈ നമ്പറുകൾ ഏത് ഓർഡറിൽ നൽകിയാലും നമുക്ക് ഒരേ അരിത്മെറ്റിക് ആവറേജ് തന്നെ ലഭിക്കുന്നതാണ്, അല്ലേ? അതായത് ഓർഡർ മാറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് അരിത്മെറ്റിക് ആവറേജ് തെറ്റിപ്പോകില്ല. അതായത് ഒരു ഡാറ്റ എന്ന് പറയുന്നത് 3, 5, 7 എന്ന് നമ്മൾ എഴുതിയാലും നേരെ തിരിച്ച് 7, 3, 5 എന്ന് എഴുതിയാലും അങ്ങനെയൊക്കെ എഴുതിയാലും അതിൻ്റെ മീൻ ഡിവിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? ആവറേജ് മീൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 3 + 5 + 7 ഡിവൈഡ് ബൈ 3, 5 എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലേ? അതായത് കാൽക്കുലേഷൻ സിമ്പിളാണ്. ഒപ്പം തന്നെ അതിൻ്റെ അറ്റ് എനി ഗിവൺ ഓർഡർ ഓഫ് ദി ഡാറ്റ ഓർഡർ എങ്ങനെയാണെങ്കിലും ഈ രീതിയിൽ 3, 5, 7 എന്ന് കൊടുത്താലും 7, 3, 5 എന്ന് കൊടുത്താലും ഏത് ഓർഡറിൽ കൊടുത്താലും അതിൻ്റെ അരിത്മെറ്റിക് മീൻ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഐറ്റംസ് ഓഫ് എ സീരീസ് ആൻഡ് ദസ് ഇറ്റ് ഈസ് ഇൻ കമ്പ്യൂട്ടേഷൻ നോ ഐറ്റം ക്യാൻ ബി ഇഗ്നോർഡ്, അല്ലേ? അതായത് ഇത് നമ്മൾ ആ സീരീസിലെ എല്ലാ ഐറ്റംസും കൂടെ എടുത്തുകൊണ്ട് നടത്തുന്ന എല്ലാ ഐറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ആ മീൻ കണ്ടുപിടിക്കുന്നത്. ഏതെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കമ്പ്യൂട്ടേഷൻ കറക്റ്റ് ആവുകയില്ല, അല്ലേ? നോ ഐറ്റം ക്യാൻ ബി ഇഗ്നോർഡ്, ഒരു ഐറ്റം നമുക്കത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഐറ്റംസ് ഓഫ് ദി സീരീസ്. അപ്പോൾ നമുക്ക് 5, 10, 20 അങ്ങനെ എത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ എടുക്കണം, അല്ലേ? ഈ 10 ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള 3 ഐറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ മീനല്ല നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ ഐറ്റവും നമ്മൾ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ ഐറ്റം എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിന് നമ്പർ ഓഫ് ഐറ്റംസ് 4 ഐറ്റമാണുള്ളത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 12.5 എന്നുള്ള മീൻ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതാണ് മറ്റൊന്ന്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് വെരി മച്ച് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ് ആൻഡ് ദസ് ഇറ്റ്സ് റിസൾട്ട് ഈസ് റിലേറ്റീവ്ലി ഡിപ്പെൻഡബിൾ. നമുക്ക് സാമ്പിൾ സൈസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയുന്നത് അതിൽ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഈ അരിത്മെറ്റിക് മീനെ അത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്, അല്ലേ? അതായത് ഈ സ്മോൾ ചേഞ്ച് ഒക്കർ ഇൻ എ സാമ്പിൾ വാല്യൂസ് ദ മീൻ ഡസ് നോട്ട് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. നമുക്ക് സാമ്പിൾസ് എടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഐറ്റംസ് ഇപ്പോൾ നമുക്ക് 15 എന്നുള്ളത് 16 ആവുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പോലും അതിൻ്റെ മീനിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. 0.33 അല്ലെ അത്ര ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയുള്ളൂ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് വെരി മച്ച് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡാറ്റയിൽ ചെറിയ എമൗണ്ടിനേക്ക് വ്യത്യാസമുള്ളെങ്കിൽ അത് മീനെ അത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ഈ അരിത്മെറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷൻ അനാലിസിസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. കൂടുതൽ കാൽക്കുലേഷൻസിന് വേണ്ടി നമുക്ക് അരിത്മെറ്റിക് മീൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വാല്യൂ ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ പൊസിഷൻ ഇൻ ദ സീരീസ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അല്ലാണ്ട് ആ മീൻ എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷണലായിട്ടുള്ളൊരു ആവറേജ് അല്ല. പൊസിഷണൽ ആവറേജ് അല്ല. ഉദാഹരണം പറഞ്ഞാൽ മീഡിയം പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഐറ്റംസ് പോലെ പൊസിഷണൽ ആവറേജ് അല്ല എന്നുള്ളതാണ്. അതൊരു കാൽക്കുലേറ്റഡ് വാല്യൂ ആണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ദെൻ ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ ഉണ്ട്. അതായത് നമുക്ക് ഏകദേശം ഒരു മീൻ ആവറേജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലേക്കും നോക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്നൊരു ഐറ്റം ആയിരിക്കും അതിൻ്റെ മീൻ എന്ന് പറയുന്നത്, അല്ലേ? ഇഫ് യു പ്ലേസ് വെയ്റ്റ്സ് അറ്റ് ദി ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ എ സ്കെയിൽ. നമുക്കൊരു സ്കെയിലിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്കോറുകളെല്ലാം 2 സൈഡിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലേക്കും ഈക്വൽ വെയിറ്റേജ് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഐറ്റം ആയിരിക്കും മീനായിട്ട് കിട്ടുക, അല്ലേ? ഇപ്പോൾ 2, 4, 6. ഇപ്പോൾ 2, 4, 6 എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ 2ൻ്റെയും 6ൻ്റെയും സെൻറ്ററിൽ വരുന്ന 2 സൈഡിലേക്കും വെയിറ്റേജ് ഈക്വലായി വരുന്ന ആ ഒരു ഐറ്റം ആയിരിക്കും നമുക്ക് മീനായിട്ട് കിട്ടുക. അതുകൊണ്ടാണ് അതിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് അതിൻ്റെ ഡീമെറിറ്റ്സ് ആണ് നോക്കുന്നത്. ഇറ്റ് കനോട്ട് ബി ലൊക്കേറ്റഡ് ബൈ ഇൻസ്പെക്ഷൻ. അപ്പോൾ അരിത്മെറ്റിക് മീനിന് ധാരാളം മെറിറ്റുകളുണ്ട്, ഒപ്പം തന്നെ ഇതിന് ചില ഡീമെറിറ്റുകളുണ്ട്.
അതിന് നമുക്ക് ജസ്റ്റ് ഇൻസ്പെക്ഷൻ മൂലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ജസ്റ്റ് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. കാൽക്കുലേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇറ്റ് കനോട്ട് ബി ലൊക്കേറ്റഡ് ബൈ ഇൻസ്പെക്ഷൻ എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. തന്നെ ഇറ്റ് കനോട്ട് ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി, നമുക്കതിനെ ഗ്രാഫിക്കലായിട്ടും നമുക്കതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് മീഡിയനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫും ഒപ്പം തന്നെ ഒജീവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു അരിത്തമാറ്റിക് മീൻ നമുക്കങ്ങനെ ഗ്രാഫിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. then it cannot be used in the study of qualitative phenomena like intelligence, beauty, etc. ചില ക്വാളിറ്റേറ്റീവ് ഫിനോമിനയുണ്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില വേരിയബിൾസ് അല്ലേ, ഇൻ്റലിജൻസ്, ബ്യൂട്ടി അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അരിത്തമാറ്റിക് മീൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല അല്ലേ. അതായത് യു കൺ സേ ദ ആവറേജ് ബ്യൂട്ടി ലെവൽ 6.5, ഒരാളുടെ ബ്യൂട്ടി ആവറേജ് 6.5 ആണ്. അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ബ്യൂട്ടി എന്ന് പറയുന്നതൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ്, അത് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. ഇൻ്റലിജൻസ്, ഓണസ്റ്റി, അത്തരം കാര്യങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വേണ്ടി അരിത്തമാറ്റിക് മീൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. then it is greatly affected by extreme values. എക്സ്ട്രീം വാല്യൂസ് ഈ അരിത്തമാറ്റിക് മീനിനെ കറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡാറ്റ സീരീസിൽ കുറേ ചെറിയ എമൗണ്ടുകളും വലിയ എമൗണ്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ വലിയ എമൗണ്ട് അതിൻ്റെ ആവറേജിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇപ്പോൾ 1000, 1500, 16000 അല്ലേ. 1000, 1500 ചെറിയ എമൗണ്ടുകളാണ്, 16000 ഒരു വലിയ എമൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നോക്കി 6200 ആവറേജായിട്ട് മാറുന്നു അല്ലേ. എന്തുകൊണ്ടാണ്? 16000 എന്ന് പറഞ്ഞ് വലിയൊരു എമൗണ്ട് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മീൻ വാല്യൂ ഉയർന്നു നിൽക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ 1000, 1500 അല്ലെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്ന 2000 എമൗണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഒരു ചെറിയ എമൗണ്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ 16000 എന്ന് പറഞ്ഞൊരു എക്സ്ട്രീം വാല്യൂ അവിടെ ഉള്ളതുകൊണ്ട് അത് മീനിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു എക്സ്ട്രീം വാല്യൂ വലിയൊരു എമൗണ്ട് കൂടെ നിൽക്കുന്ന മറ്റ് എമൗണ്ടിനേക്കാളും ഉയർന്നു നിൽക്കുന്ന വലിയൊരു എമൗണ്ട് ഉള്ളത് കൊണ്ട് അത് മീനിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. ഇത് പ്രോപ്പറായിട്ട് ബാക്കിയുള്ള വാല്യൂവിനെ ഈ മീൻ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രീം വാല്യൂ അഫക്റ്റ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ്. അപ്പോൾ റേഷ്യോസും പെർസെൻറ്റേജും ഒക്കെ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല ഈ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. റേഷ്യോ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് 2 students score 50 and 90% in different subject with different maximum mark. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പോൾ ഒരു മാക്സിമം മാർക്ക് നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ മാക്സിമം മാർക്ക് ഇൻറ്റു 100, അങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള മാക്സിമം മാർക്കാണെങ്കിൽ ഇവിടെ 50%, 90% അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുന്നതിൽ കാര്യമില്ല. ഇത് ആവറേജ് പെർസെൻറ്റേജ് മേ നോട്ട് റെപ്രസെൻറ്റ് ആക്ച്വൽ പെർഫോമൻസ് ആക്യുറേറ്റ്ലി. ഇപ്പോൾ 50%, ഒരാൾ 10ൽ 5 മാർക്ക് കിട്ടി, ബാക്കി 90% എന്ന് പറയുന്നത് ഒരു പക്ഷേ 200-ലായിരിക്കാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് എടുത്തിട്ട് അതിനെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിയ മാർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അരിത്തമാറ്റിക് മീനിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ്. റേഷ്യോ, പെർസെൻറ്റേജ് ഇതിനെയൊന്നും ആവറേജ് ചെയ്യുന്നത് അത് മീനിങ് ഫുൾ ആയിരിക്കില്ല എന്നുള്ളത് ഇത് ഈ മീനിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ലോസ്റ്റ് ഓർ ഇല്ലെജിബിൾ മീൻ കനോട്ട് ബി കാൽക്കുലേറ്റഡ്. നമുക്ക് പറഞ്ഞു എല്ലാ ഒരു സീരീസ് ഒരു കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാ ഐറ്റവും നമുക്ക് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ മിസ്സാവുകയോ അല്ലെങ്കിൽ ഇല്ലെജിബിൾ നമുക്ക് വായിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയും 75 ഉണ്ട്, 88 ഉണ്ട്, ഒരു വാല്യൂ ഇവിടെ മിസ്സിങ് ആണല്ലേ. അപ്പോൾ 90 ഉണ്ട്, 94 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ മിസ്സായതുകൊണ്ട് നമുക്ക് ആ ഒരു വാല്യൂ കൂടെ ഉൾപ്പെട്ടിരുന്നെങ്കിൽ എത്ര മീൻ കിട്ടുമോ അത് നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് വെച്ചുകൊണ്ട് ആ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് മിസ്സിങ് ആണെങ്കിൽ നമ്മുടെ മീനും തെറ്റിപ്പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ സിംഗിൾ ഒബ്സർവേഷൻ ഇഫ് മിസ്സിങ് മീൻ കനോട്ട് ബി കാൽക്കുലേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ് ദ വാല്യൂ ഓഫ് മീൻ കനോട്ട് ബി കമ്പ്യൂട്ടഡ് വിതൗട്ട് മേക്കിംഗ് അസംഷൻ റിഗാർഡിംഗ് ദ സൈസ് ഓഫ് ദി ക്ലാസ് ഇൻ്റർവൽ ഓഫ് ദി ഓപ്പൺ എൻഡഡ് ക്ലാസ്. നമ്മൾ ഓപ്പൺ എൻഡ് ക്ലാസ് വെച്ചുകൊണ്ടുള്ള അരിത്തമാറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ കണ്ടു അല്ലേ. അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ നമ്മൾ അസ്യൂം ചെയ്ത് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ബിലോ 10, 60 ആൻഡ് എബവ് ആ രീതിയിലുള്ള ക്ലാസ് ഇൻ്റർവലാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഈ ആദ്യം തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അത് വെച്ചുകൊണ്ട് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തണം അല്ലേ. ഇവിടെ 10ഉം 19 നമ്മൾ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 0 to 10 ആണ് എന്നുള്ള ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്ലാസ്സിൽ മീൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും കാൽക്കുലേഷൻ കൂടുതൽ വേണം അല്ലേ. നമ്മൾ അസംഷൻസ് എടുക്കണം. അതിൻ്റെ ക്ലാസ് ഇൻ്റർവലിൻ്റെ ഓപ്പണിംഗ് ഇതാണ്,
ലാസ്റ്റ് ക്ലാസ് ഇൻ്റർവലിൻ്റെ അപ്പർ ലിമിറ്റ് ഇതാണ് എന്നങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അസ്യൂം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ അത് അല്പോടെ മീനിൻ്റെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുള്ളതാക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ സംടൈംസ് ഇറ്റ് ഗീവ്സ് എ വാല്യൂ വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ സീരീസ്. അതായത് നമുക്ക് ഒരു കുറേ നമ്പറുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മീൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഒരു ഐറ്റവും ആയിരിക്കില്ല മീനായിട്ട് വരിക അല്ലേ, അങ്ങനെ വരാം. അപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 5, 10, 15 അതിൻ്റെ മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 കിട്ടും. ഈ 10 പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ. വേറൊരു സീരീസ് നോക്കിയേ, 4, 7, 11 അതിൻ്റെ മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 7.33 എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ 7.33 എന്ന് പറയുന്ന ഐറ്റം ഇല്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് 3, 5, 10 അതിൻ്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. അതെന്താണ് ഇവിടെ 6 എന്ന് പറഞ്ഞാൽ ഐറ്റം ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സീരീസിൽ കറക്റ്റായിട്ടുള്ള മീൻ ഇത് തന്നെയാണ്, ശരിയാണ്, മീൻ ശരിയാണ്. പക്ഷേ തന്നിരിക്കുന്ന ആ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് അതിലൊന്നും പെടാത്ത ഒരു ഐറ്റം മീനായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ലഭിക്കും. അപ്പോൾ അതും നമുക്ക് പൂർണ്ണമായിട്ടും അത് നമുക്ക് ആ ഒരു ഐറ്റം തന്നെ കിട്ടില്ല എന്നുള്ളത് ഒരു ഡീമെറിറ്റായിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സംടൈംസ് ഇറ്റ് ഗീവ്സ് എ വാല്യൂ നോട്ട് ഇൻ ദ ഡാറ്റ സെറ്റ് ഇല്ലാത്തൊരു വാല്യൂ മീനായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്ത് കാണും. അരിത്തമാറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ്, മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഒപ്പം തന്നെ മെറിറ്റ്സ്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ഒരു ചാർട്ട് രൂപത്തിൽ അല്ലെങ്കിൽ പോസ്റ്റർ രൂപത്തിൽ കാണിച്ച് പഠിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്